മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. റീസെന്റ് ഒരു ആരാധകനുമായിട്ട് തോൾ കയറുന്ന ഒരു ഇൻസിഡന്റ് ഈ ഒരു സമയത്താണ് അത് സോഷ്യൽ മീഡിയയിലൊക്കെ പൊങ്ങി വന്നത്. എങ്ങനെയാണ് ഈ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പൊങ്ങി വരുന്ന ആരോപണങ്ങളെയും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, നമുക്ക് പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രം പ്രതികരിച്ചാൽ പോരെ. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. അനാവശ്യമായിട്ട് വെറുതെ നമ്മൾ പ്രതികരിക്കണ്ടല്ലോ. ഞാൻ എന്റെ പ്രതികരണം ഓൾറെഡി ആ വീഡിയോയിൽ കണ്ടതാണ്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. എനിക്കതേ പറയാനുള്ളൂ. അപ്പോ ഞാൻ ആ റൈറ്റ് സമയത്ത് പ്രതികരിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി പിന്നെ ഒരു എക്സ്പ്ലനേഷന്റെ ഒന്നും ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഞാൻ പറയാതിരുന്നത്. ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എല്ലാവരെയും സംബന്ധിച്ച് നമ്മളിപ്പോ ഒരു കുറച്ച് ഫെയിം ഒക്കെ ആയി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളുടെ എല്ലാം ഉള്ളിൽ ആ ഒരു കുറച്ച് കോൺഷ്യസ് ആയിരിക്കും. അഹങ്കാരിയായതാണോ മൊത്തത്തിൽ എല്ലാവരും പറയുന്നത്? തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. 100% ഞാൻ യോജിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.